ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം ആരംഭിച്ചിട്ട് 75 വർഷമായതിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നു. 95 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവർ കലാലയമുറ്റത്ത് ഒത്തുചേർന്നത് അപൂർവ സംഗമമായി. ഡയമണ്ട് ജൂബിലി ആഘോഷത്തിൽ പരമാവധി പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂർവ്വാധ്യാപകരുടെ കൂട്ടായ്മ പരിപാടി സംഘടിപ്പിച്ചത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാത്തന്നൂർ പഞ്ചായത്ത് പരിധിയിലെ 9 സ്കൂളുകൾക്ക് ഹരിത വിദ്യാലയ പദവി നൽകി. ഈ സ്കൂളുകളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുന്ന നവകേരള മിഷന്റെ സാക്ഷ്യപത്രങ്ങൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി. സ്കൂളുകളിലെ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനം, അജൈവ മാലിന്യമാകുന്ന സാമഗ്രികളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കാൻ ഗ്രീൻ പ്രോട്ടോകോൾ 100% പാലിക്കുക എന്നീ പ്രകൃതി സൗഹൃദ മാറ്റങ്ങൾ ഉറപ്പാക്കിയാണ് ഹരിത വിദ്യാലയ പദവി നൽകുന്നത്. ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണത്തിന് കൊല്ലം ബീച്ചിൽ സൗകര്യമൊരുക്കിയത് പൊതുജനങ്ങൾക്ക് അപൂർവ ദൃശ്യാനുഭവം സമ്മാനിച്ചു. ശ്രീനാരായണ കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റും ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയും ചേർന്നാണ് വാനനിരീക്ഷണത്തിന് സൗകര്യമൊരുക്കിയത്. കൊല്ലം കോർപ്പറേഷന്റെ ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി ക്യാമ്പയിന്റെ ഭാഗമായി കണ്ടൽ വനവത്കരണത്തിന് തുടക്കമായി. കണ്ടൽ ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കായലോരത്ത് കണ്ടൽ തൈകൾ നട്ടുവളർത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആശ്രാമം മൈതാനത്ത് മേയർ പ്രസന്ന ഏണസ്റ്റ് നിർവഹിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, നാഷണൽ സർവീസ് സ്കീം, മത്സ്യത്തൊഴിലാളി സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് കണ്ടൽ വനവത്കരണം സാധ്യമാക്കുക. സാമാന്യ നിയമങ്ങളെക്കുറിച്ച് ബോധവത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാറ്റൊലി എന്ന പേരിൽ സാമൂഹിക നിയമബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. നിയമവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിൽ ഇന്ത്യൻ ഭരണഘടനയും പ്രത്യേക നിയമങ്ങളും, പുതിയ പ്രധാന ക്രിമിനൽ നിയമങ്ങൾ ഉറപ്പാക്കുന്ന സ്ത്രീ സുരക്ഷിതത്വം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു. ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 19 പരാതികൾ തീർപ്പാക്കി. 82 പരാതികളാണ് അദാലത്തിൽ ആകെ പരിഗണിച്ചത്. 4 എണ്ണത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടി. 1 പരാതി ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. 3 പുതിയ പരാതികളും അദാലത്തിൽ ലഭിച്ചു. ഇരവിപുരം തീരത്ത് സൂക്ഷിച്ചിരുന്ന കട്ടമരങ്ങൾക്ക് കള്ളക്കടൽ പ്രതിഭാസത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ തിരയിൽ 6 കട്ടമരങ്ങൾ ഒഴുകിപ്പോയി. ഇവയിൽ 2 എണ്ണം തകർന്ന നിലയിൽ തിരിച്ചു കിട്ടി. നിരവധി കട്ടമരങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയും പാറകളിൽ ഇടിച്ചുകയറിയും തകർന്നു. കട്ടമരങ്ങളിൽ ഉണ്ടായിരുന്ന വലകളും മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടപ്പെട്ടു. കുളത്തിൻപാടത്ത് സൂക്ഷിച്ചിരുന്ന ഫൈബർ കട്ടമരങ്ങൾക്കാണ് നാശനഷ്ടം ഉണ്ടായത്. രാത്രിയുണ്ടായ കള്ളക്കടൽ പ്രതിഭാസത്തിൽ കട്ടമരങ്ങൾ നഷ്ടമായ വിവരം പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോകാനെത്തിയപ്പോഴാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അറിഞ്ഞത്. അവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നാശനഷ്ടത്തിന്റെ കണക്കുകൾ ശേഖരിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ പുരോഗതി വിലയിരുത്താൻ അവലോകന യോഗം ചേർന്നു. NK പ്രേമചന്ദ്രൻ MPയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ നിർമ്മാണ പുരോഗതി വിശദീകരിച്ചു. MPയും ഉദ്യോഗസ്ഥ സംഘവും നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തി. അടുത്ത വർഷം ജനുവരി 26-ന് പുതിയ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടത്താനാകുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പുരോഗമിക്കുകയാണെന്നും യോഗം വിലയിരുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ 50% പൂർത്തിയായി. പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ള 361 കോടി രൂപയുടെ പകുതി തുക ഇതിനകം ചെലവഴിച്ചതായും യോഗം വിലയിരുത്തി. നിലവിലെ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം പൊളിച്ചു നീക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചു. വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയ മാടപ്രാവിനെ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരെത്തി രക്ഷിച്ചു. കാവനാടാണ് 11 kV ലൈനിൽ പ്രാവ് കുടുങ്ങിയത്. പ്രാവിന്റെ കാലിൽ ചുറ്റിയ നൂല് വൈദ്യുതി ലൈനിൽ കുരുങ്ങി പ്രാവ് ലൈനിൽ തൂങ്ങി പ്രാണനായി പിടയുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർമാർ KSEB ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ലൈൻമാൻമാരെത്തി പ്രാവിനെ രക്ഷപ്പെടുത്തി. കാലിന് പരിക്കേറ്റ പ്രാവിനെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.